പ്രയാസങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള പരിഹാരത്തിന് മഹാനായ ശൈഖുന നൂറുൽ ഉലമ MA ഉസ്താദ് നിർദ്ദേശിച്ചത് കാണാം. ബദറിൽ ഷഹീദായ 14 സ്വഹാബിമാരെ തവസ്സുലാക്കി ദുആ ചെയ്യുക. ആരാണ് 14 സ്വഹാബിമാർ? സയ്യിദന ഉമൈർ ബിൻ അബി വഖാസിൽ മുഹാജിരി റളിയല്ലാഹു അൻഹു, സയ്യിദന സഫ്വാൻ ബിൻ വഹബിൽ മുഹാജിരി റളിയല്ലാഹു അൻഹു, സയ്യിദന ദിശ്മാലൈൻ അംർ ബിൻ ഔഫിൽ മുഹാജിരി റളിയല്ലാഹു അൻഹു, സയ്യിദന മുഹ്ജർ ബിൻ സ്വാലിഹിൽ മുഹാജിരി റളിയല്ലാഹു അൻഹു, സയ്യിദന ആഖിൽ ബിൻ ബക്കീരിൽ മുഹാജിരി റളിയല്ലാഹു അൻഹു, സയ്യിദന ഉബൈദത്ത് ബിൻ ഹാരിസിൽ മുഹാജിരി റളിയല്ലാഹു അൻഹു, സയ്യിദന ഹാരിസത്ത് ബിൻ സുറാഖത്തുൽ ഹസ്റജി റളിയല്ലാഹു അൻഹു, സയ്യിദന റാഫി ബിൻ മുഅല്ലൽ ഹസ്റജി റളിയല്ലാഹു അൻഹു, സയ്യിദന ഉമൈർ ബിൻ ഹുമാമിൽ ഹസ്റജി റളിയല്ലാഹു അൻഹു, സയ്യിദന യസീദ് ബിൻ ഹാരിസിൽ ഹസ്റജി റളിയല്ലാഹു അൻഹു, സയ്യിദന മുഅവ്വിദ് ബിൻ ഹാരിസിൽ ഹസ്റജി റളിയല്ലാഹു അൻഹു, സയ്യിദന ഔഫ് ബിൻ ഹാരിസിൽ ഹസ്റജി റളിയല്ലാഹു അൻഹു, സയ്യിദന മുബശ്ശിർ ബിൻ അബ്ദുൽ മുൻദിർ ഔസി റളിയല്ലാഹു അൻഹു, സയ്യിദന ഹൈസമത്തുൽ ഔസി റളിയല്ലാഹു അൻഹു എന്നീ 14 സ്വഹാബിമാർ. അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഫാത്തിഹ ഓതി അവരെ തവസ്സുലാക്കി ആത്മാർത്ഥമായി ദുആ ചെയ്യുക. എന്നാൽ ഏത് പ്രയാസങ്ങൾക്കും പെട്ടെന്നുള്ള പരിഹാരങ്ങൾ ലഭിക്കുന്നതാണ്.